ഹായ് ഗൈസ്, പത്തരമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണല്ലോ നവീൻ. അപ്പം നവീൻ എന്ത് കുതന്ത്രം ഉപയോഗിച്ച് നന്ദുവിനെ സ്വന്തമാക്കണമെന്നാണ് ഇപ്പം ചിന്ത. കാരണം അനിയും നന്ദുവും തമ്മിൽ ഇഷ്ടമാണ് എന്ന കാര്യം നവീൻ അറിയാണ്. നന്ദുവിന് അനിയോട് ഇഷ്ടമൊന്നുമില്ലാന്നും അനി പക്ഷേ നന്ദുവിനെ വിവാഹം കഴിക്കാനൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചെന്നുമൊക്കെ നമ്മുടെ കനക തന്നെ പറയുകയാണ് കേട്ടോ. അപ്പം മുതൽ നമ്മുടെ നവീൻ്റെ മനസ്സിൽ അനിയോടൊരു ചെറിയ വെറുപ്പ് തോന്നുകയാണ്. അനി എന്തിനാണ് എപ്പോഴും നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത്? അതുപോലെ തന്നെ അനിയും നന്ദുവും തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നവീൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം തന്നെ അനിയെക്കുറിച്ചിട്ട് ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കുകയാണ്. എങ്ങനെയും നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് നവീൻ്റെ ആഗ്രഹം. നവീൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു നല്ല ഇഷ്ടം തന്നെ ഉണ്ട് നന്ദുവിനോട്. പക്ഷേ നന്ദുവിന് അതറിയില്ല നവീന് തന്നോട് പ്രേമമുണ്ടെന്നൊന്നും. എന്തോ ഒരു അടുപ്പം കാണിക്കുന്നത് പോലെയും അനിയെക്കുറിച്ച് ചില കുറ്റങ്ങൾ പറയുന്ന പോലെയൊക്കെ നന്ദുവിനും തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മുടെ നന്ദുവിന് തോന്നുകയാണ്. അതേസമയം അനിയെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ വീഡിയോ കൊണ്ട് കാണിക്കാണ്ട് കേട്ടോ അനിയും അവന്തികയും കൂടി നിൽക്കുന്നത്. അനി അവന്തികയെ സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ നന്ദുവിനെ ചതിക്കുകയാണെന്ന് നവീൻ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവിനെ കാണാൻ വേണ്ടി അനി ചെല്ലുന്നുണ്ട്. അനി ചെന്ന് നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഞാൻ ആ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി, കുറച്ച് സമയം കൂടെ അതിൻ്റെ അകത്ത് കിടന്നിരുന്നേ ഞാനങ്ങ് ബോധം കെട്ട് പോയേനെ, അല്ലാതെ മനഃപൂർവ്വം നിന്നോട് ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്തിട്ടില്ല എന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ഹോ അത് നന്നായി അനി എന്ന് പറയാണ്. എന്നാൽ നവീൻ വന്ന കാര്യമൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ നന്ദുവിൻ്റെ കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് പോവാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അമ്മയും അച്ഛനും ഒക്കെ എണീക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ പെട്ടെന്ന് പോയിക്കോളാൻ പറയാണ്. അങ്ങനെ അവർ തമ്മിൽ ഉള്ള സ്നേഹ നിമിഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് അനി പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം പിറ്റേ ദിവസം നവീൻ അനിയെ കാണുക. അപ്പോൾ അനിയുടെ അടുത്ത് ചെന്നിട്ട് നവീൻ ചോദിക്കുന്നുണ്ട്, ആഹാ നീ നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുക. അപ്പം അനി ചോദിക്കുക, അല്ല നീ എന്താ ഇപ്പം ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എവിടെയായിരുന്നു എന്ന്? ഞാനിവിടെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല നീ ഇന്നലെ ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് അറിഞ്ഞല്ലോ എന്ന് പറയാൻ. അപ്പം ഉടനെ അനി ചോദിക്കുക, അതാരാ നിന്നോട് പറഞ്ഞത്? നന്ദു നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുക. പിന്നെ നന്ദു പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ? പറയുക മാത്രമല്ല ഞാൻ അവിടെ എത്തുകയും ചെയ്തു. ഞാനും നന്ദുവും കൂടി ഫുഡും ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. നീ നന്ദുവിനെ പാർട്ടി നടത്തി തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച്. അതേസമയം നന്ദുവിന് ഞാൻ നല്ല ഗ്രാൻഡായിട്ടൊരു പാർട്ടി കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് സമയം ഇരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോന്നു. എടാ എന്തെങ്കിലുമൊക്കെ പെൺകുട്ടികളോട് പറയുമ്പം ആ സമയത്തൊന്ന് വരാനെങ്കിലും ശ്രദ്ധിക്കണ്ടേ നീ? ചുമ്മാതല്ല അനാമിക നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അറുബോറനാണെന്നും അൺറൊമാൻറ്റിക് ആണെന്നും ഒക്കെ. എന്താടാ ഇത്? അപ്പം അനി പറയാ, അങ്ങനെ നീ അവിടെ എത്തിയിരുന്നോ? അതെ ഞാൻ എത്തിയിരുന്നു. ഞാൻ എൻ്റെ ഒരു ബിസിനസ് മീറ്റിന് വേണ്ടി വന്നതാ. അതേ സമയത്ത് നന്ദു അവിടെ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്ന കണ്ടു. ചോദിച്ചപ്പോൾ പറഞ്ഞു നീ അവൾക്ക് ഒരു പാർട്ടി നടത്താമെന്ന് പറഞ്ഞെന്ന്. അല്ല അന്നാ ഡീല് സ്വന്തമാക്കിയതിൻ്റെ പാർട്ടി നടത്താമെന്ന് പറഞ്ഞെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു പാർട്ടി നടത്തുമ്പം എന്നെ കൂടി വിളിക്കണ്ടേടാ, നമ്മളെല്ലാം ഫ്രണ്ട്സ് അല്ലേ, എന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞോ? അപ്പം അനി ചോദിക്കാം, കഴിഞ്ഞ ദിവസം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ നിൻ്റെ ബർത്ത്ഡേ പാർട്ടി, നീ അത് നന്ദുവിന് വേണ്ടി മാത്രം നീ നടത്തിയതല്ലേ? എന്നോട് നീയും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നന്ദു ആവശ്യപ്പെട്ടപ്പം ഞാനും അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോടത് പറയാതിരുന്നതെന്ന് പറയാം. അപ്പം നവീൻ പറയാം, ഒരു കണക്കിന് നന്നായി, നീ പറയാതിരുന്നിട്ടും നിനക്ക് അവിടെ എത്താൻ പറ്റിയില്ലല്ലോ. നന്ദു ഒരുപാട് വിഷമിച്ച് അവിടെ ഇരുന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മറ്റു പാർട്ടി ക്യാൻസൽ ചെയ്തിട്ട് നന്ദുവിനൊപ്പം കൂടി. ഞങ്ങൾ കുറച്ച് സമയമൊക്കെ നിന്നെ വെയിറ്റ് ചെയ്തു. പക്ഷെ നീ വരാത്തത് കൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു. നന്ദുവിൻ്റെ മനസ്സിലെ ആ വിഷമം അങ്ങ് മാറി എന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങ് വിഷമം തോന്നുക. അനി പറയാം, എന്നിട്ട് നന്ദു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എടാ അതെങ്ങനെ നന്ദു പറയാനാ? നീയല്ലേ അവിടെ വരേണ്ടത്, പിന്നെ ഞാൻ വന്നു എന്ന് അവൾ പറയുമെന്ന് ചോദിക്കുമ്പം എനിക്ക് ഒരു മനപ്രയാസം തോന്നുക. എന്നിട്ട് നന്ദു എന്നോടത് പറഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും ചിന്തിക്കുക. അന്നേരം അനി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടേ. അപ്പോഴേക്കും നവീൻ വിടുന്നില്ല. എടാ നിൽക്കടാ, നിന്നോടൊരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്തായി നിൻ്റെ ആ ഡിവോഴ്സിൻ്റെ കാര്യം? നന്ദു എന്നോട് ചോദിച്ചു അനിയുടെ ഡിവോഴ്സിൻ്റെ കാര്യം എന്തായിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അനാമിക അതിനൊന്നും സമ്മതിക്കുന്ന മട്ടൊന്നും കാണുന്നില്ലല്ലോടാന്ന് പറയാം. അപ്പോൾ ഉടനെ അനി പറയാം, എടാ നിന്നെ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കാണാൻ വേണ്ടി വന്നത്. ആ ഡിവോഴ്സിൻ്റെ കാര്യം എത്രയും പെട്ടെന്നൊന്ന് ശരിയാക്കി തരണം. അവളാണ് പിടിച്ച പിടിയാലെയാണ്. കോമ്പൻസേഷൻ കിട്ടാതെ അവൾ പേപ്പറിലൊന്നും ഒപ്പിട്ട് തരില്ല എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഒരുമാതിരി വല്ലാത്ത രീതിയിൽ തന്നെ നവീൻ സംസാരിക്കുകയാണ്. അതിപ്പോൾ അവൾ പറയുന്നതിലും തെറ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ, അവൾക്കും കോമ്പൻസേഷൻ കിട്ടണ്ടേ.
ഞാൻ പരമാവധി അവളോട് പറഞ്ഞു നോക്കിയതാ മ്യൂച്വൽ അല്ലായിട്ടുള്ള ഡിവോഴ്സിന് വേണ്ടി. പക്ഷെ അവളത് സമ്മതിക്കുന്നില്ല. അവൾക്ക് കോമ്പൻസേഷൻ കിട്ടണമെന്നാണ് പറയുന്നത്. നീയും നിൻ്റെ മുത്തശ്ശനും ഒന്നും കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറുമല്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി നീണ്ടുപോകും, അത്രയേ ഉള്ളൂ. അല്ല, ഇത്രയും നീ ക്ഷമിച്ചില്ലേ, ഇനി കുറച്ചുകൂടിയൊക്കെ ക്ഷമിക്കടാ നീ എന്ന് പറയാം. അപ്പം അനി പറയാ, ഇനി എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും പറ്റില്ല. അവളുടെ കൂടെയുള്ളൊരു ജീവിതം മടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. അപ്പോഴേക്കും ഉടനെ പറയുകയാണ് കേട്ടോ നവീൻ, അതെന്താടാ നീ ഇങ്ങനെ പറയുന്നത്? അല്ല, നീ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതല്ലേ അനാമികയെ? അന്ന് നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞിട്ടല്ലേ നിൻ്റെ വീട്ടുകാരെ ആലോചിച്ച് ഈ വിവാഹം നടത്തിയത്? പിന്നെ അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിൻ്റെ ഇടയിൽ മറ്റേതെങ്കിലും പെൺകുട്ടി നിൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയോ? പനി പറയും, ഏയ് അങ്ങനെയൊന്നും അല്ല. അന്നും എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ വീട്ടുകാരും അവളും കൂടി എന്നെ ചതിച്ചതാ. അവരുടെ ഇല്ലാത്ത മേന്മകളൊക്കെ പറഞ്ഞു കൂട്ടി എൻ്റെ കുടുംബത്തിൽ കയറി ഞാനുമായിട്ടുള്ള വിവാഹം അവൾ അങ്ങ് ഒപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ എന്നെ ചതിക്കുഴിയിൽ പെടുത്തുക ചെയ്തത്. അല്ല, അന്ന് നീയുമായിട്ടുള്ള വിവാഹം ഒപ്പിച്ചപ്പം നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ ഇവളെപ്പോലെ ഒരുത്തിയെ വിവാഹം കഴിക്കേണ്ട, നിൻ്റെ മനസ്സിലുള്ള പെണ്ണല്ലാന്ന്? അല്ല, അന്ന് നിൻ്റെ മനസ്സിൽ മറ്റേതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നോടാ? പനി പറയും, ഏയ് അങ്ങനെയൊന്നും ഇല്ല നീ, അതുകൊണ്ടല്ലേ ഞാനന്ന് അത് സമ്മതിച്ചത്. എന്നിട്ട് ഇപ്പോൾ അവളാണെങ്കിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു. അവളുടെ കൂടെ ഒറ്റ ദിവസം ജീവിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. പിന്നെ ഇപ്പോൾ എത്ര നാളായി ഡിവോഴ്സിന് ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പം നവീൻ പറയാം, ആ എല്ലാം ശരിയാക്കാം, പക്ഷെ നിനക്കും ഒരു വ്യവസ്ഥ കുറവുണ്ട്. അല്ലെങ്കിൽ അന്ന് അനാമികയെ നീ വിവാഹം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഭയങ്കര വിഷമത്തില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം. നീ അതിനുവേണ്ടി ശ്രമിക്കണം നവീനെ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറയാണ്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയാം. അപ്പോൾ ഉടനെ അനി പറയുന്നുണ്ട്, എടാ അത് മാത്രമല്ല, അവൾ എല്ലാം ഓക്കെ ആയിട്ട് വന്നതാ, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞതാ. പക്ഷെ ഇപ്പം അതിലും വലിയ വ്യവസ്ഥകളൊക്കെ വെക്കുക. അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നുമില്ല. എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നവീൻ പറയാം, അല്ല നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നീ ചെല്ല്, എല്ലാം ശരിയാവുന്നേ എന്ന് പറഞ്ഞു വിടുക. എന്നിട്ട് നവീൻ മനസ്സിൽ ആലോചിക്കുകയാണേ, എല്ലാം ഞാൻ ശരിയാക്കി കൊടുക്കാം, പെട്ടെന്ന് തന്നെ അവന് ഡിവോഴ്സ് വാങ്ങി കൊടുക്കാം. എന്നിട്ട് വേണം നന്ദുവിൻ്റെ പുറകെ നടക്കാൻ അവനെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നന്ദു എൻ്റെ പെണ്ണ, ഞാൻ വിവാഹം കഴിക്കാനിരിക്കുന്ന എൻ്റെ പെണ്ണ്. എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ നന്ദുവിനെ വിവാഹം കഴിക്കും. അനീ മോനെ, നിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ എന്നിങ്ങനെ നവീൻ ചിന്തിക്കുകയാണ്. അതേസമയം അനി പോയിട്ട് നന്ദുവിനെ വിളിക്കുക. എന്ന് പറയുന്നത്, നന്ദു, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്നിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ നന്ദു ചോദിക്കുക, അല്ല എന്താ അനി നീ ഇപ്പം അങ്ങനെ ചോദിക്കുന്നത്, എന്ത് മറച്ചു വെച്ചെന്നാ? അല്ല, ഇന്നലെ നമ്മൾ പാർട്ടിയുടെ കാര്യത്തിനായിട്ട് പോയിട്ട് അവിടെ നവീൻ വന്നെന്നും നീ നവീനും കൂടെ ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നതെന്നുള്ള വിവരം നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയാം. അപ്പം നന്ദു പറയാം, ശരിയാ, നവീനേട്ടൻ വന്ന് എൻ്റെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഞാൻ മനഃപൂർവ്വം അത് നിന്നോട് പറയാതിരുന്നതാ. പല ദിവസങ്ങളിലും ഇങ്ങനെ നവീനേട്ടൻ ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നിനക്കതിന് ദേഷ്യമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അന്ന് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തതും മോതിരം തന്നതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് നീ വെറുതെ വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയില്ലേ, അതുപോലൊരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ഞാൻ മനഃപൂർവ്വം അത് പറയാതിരുന്നതാ. ഇപ്പം നവീനേട്ടൻ തന്നെ നിന്നോടത് പറഞ്ഞല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ എന്ത് സിറ്റുവേഷൻ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്? അല്ല, എപ്പോഴും നിൻ്റെ കാര്യത്തിൽ അവൻ ഇടപെടുന്ന എന്തിനാ? എനിക്കതിൽ താല്പര്യമില്ല നന്ദു. ഞാനപ്പോൾ കുറച്ചൊക്കെ പൊസസീവായി നിന്നിരിക്കും എന്ന് പറയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, എന്താ അനി ഇത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടോ ചെയ്തിട്ടാണോ നവീനേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ആ സമയത്ത് നവീനേട്ടൻ അവിടെ എത്താനും എന്നെ കാണാനും ഒറ്റയ്ക്കിരുന്ന് എൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് പാർട്ടി തരാമെന്ന് പറയാനും ഒക്കെ ഒരുപാട് ഞാൻ പറഞ്ഞതാ, അനി കൂടി വന്നിട്ട് നമുക്ക് തുടങ്ങാമെന്ന്. പക്ഷേ അനിയിപ്പോൾ ഇത്രയും താമസിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് നവീനേട്ടൻ ഇങ്ങനെ തുടങ്ങുമ്പം നമ്മുടെ ഫ്രണ്ടല്ലേ, നമ്മളെങ്ങനെയാണ് പറയുക? പറ്റില്ല എന്ന്. അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക. എനിക്കും മനസ്സിലാകും നിൻ്റെ അവസ്ഥ. പനി പറയാ, എനിക്ക് മനസ്സിലാവാത്തത് നിൻ്റെ കാര്യമാണ്, എന്നിട്ട് നീ അത് എന്നോടൊന്ന് തുറന്ന് പറഞ്ഞു പോലുമില്ല. അല്ല, നമ്മൾ പോകുന്നിടത്തെല്ലാം ഈ നവീൻ എന്തിനാ വരുന്നത്? അവൻ എന്താ ഇതിലൊക്കെ ഇടപെടാൻ കാര്യം എന്താ? അപ്പം നന്ദു പറയാം, എന്താ നീ ഇങ്ങനെ പറയുന്നത്? നീ ഇപ്പോൾ ഒരു വല്ലാത്ത കണ്ണോട് കൂടിയാണ് എന്നെ കാണുന്നത്. നവീനേട്ടൻ യാദൃശ്ചികമായിട്ട് അവിടെ എത്തിയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇതൊന്നും പറയാതിരുന്നത് എന്ന് പറയാം. അപ്പോൾ അനി പറയാം, ആ മനസ്സിലായി, പല സാഹചര്യങ്ങളും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്, ഇതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പം നന്ദു പറയാം, നീ ഇപ്പോഴേ ഇത്ര പോസസീവായ അതൊന്നും ശരിയാകാൻ പോകുന്നില്ല നീ എന്ന് പറയാണ്. നിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്? എന്നും നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നീ തന്നെയല്ലേ താമസിക്കുന്നത്? എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ്. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, ഫോൺ വെച്ചിട്ട് പോ എന്നും പറഞ്ഞ് നന്ദു ദേഷ്യപ്പെട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ അപ്പം ഭയങ്കര ടെൻഷനാട്ടോ. ഈ നവീൻ അവൻ എല്ലായിടത്തും ഇടപെടുന്നുണ്ട്. നന്ദുവിൽ അവനൊരു
കണ്ണുണ്ട്, അതെനിക്കറിയാം. അവൻ എന്നോട് പറഞ്ഞതാണല്ലോ. സത്യങ്ങളൊക്കെ അവനോട് തുറന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുക. നന്ദുവിനെ എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ പിന്നെ അവൻ ഇങ്ങനെ ഓരോ പ്രവർത്തികളും ചെയ്തുകൊണ്ടേയിരിക്കും. നന്ദുവിനെ വിവാഹം കഴിക്കാൻ അവനും ഒരുപാട് ആഗ്രഹിക്കും. അവസാനം എൻ്റെ നന്ദുവിനെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഒരുപാട് സഹിച്ചവനാണ് ഞാൻ. ഇനി ഇതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് വിചാരിക്കാം. അങ്ങനെ അനി മനസ്സിൽ ഓർക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നവീനോട് ഇക്കാര്യം തുറന്നു പറയണം എന്നുള്ള കാര്യം. അങ്ങനെ നവീനെ പോയി കാണുന്നുണ്ട് നനി. എന്നിട്ട് പറയാ, നവീനെ എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാം. അപ്പം നവീൻ ചോദിക്കുക, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അല്ല, ഞാൻ നിന്നോട് ഒരു ഫ്രണ്ടായിട്ട് പോലും ഇത്രയും നാൾ മറച്ചു വെച്ചു. അത് നിനക്ക് പരിഭവമൊന്നും തോന്നരുത്. നിനക്ക് നന്ദുവിനോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നീ എന്നോട് പറഞ്ഞതാ. പക്ഷേ അപ്പം ഞാനിതൊന്നും പറഞ്ഞില്ല. പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പറയാതിരുന്നത്. നിനക്കറിയോ, നേരത്തെ മുതലേ നന്ദുവിനെ എനിക്കിഷ്ടമായിരുന്നു. നന്ദുവിനും എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ വിവാഹം കഴിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷേ കുടുംബക്കാർ തമ്മിലുള്ള ചേർച്ചക്കുറവും വീണ്ടും നന്ദുവിനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വിടാൻ അവരുടെ കുടുംബക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും ഇതിങ്ങനെ നീണ്ടുപോയതാ. പക്ഷേ ഇപ്പോഴും ആ ഇഷ്ടം എൻ്റെയും നന്ദുവിൻ്റെയും മനസ്സിലുണ്ട്. നീ അതിൻ്റെ ഇടയ്ക്ക് വന്ന് നിന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും കുത്തി നിറയ്ക്കരുതെന്ന് പറയാം. അപ്പം നവീന് നല്ല ദേഷ്യം വരെ. നവീൻ പറയും, നീ എന്താ ഈ പറയുന്നത്? എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഞാൻ കുത്തി നിറച്ചു തന്നോ? എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം വന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്നോട് പറഞ്ഞോ നിനക്ക് നന്ദുവിനെ ഇഷ്ടമാണെന്ന്? ഇല്ലല്ലോ. എന്നിട്ട് എന്നെ ഇത്രയും നാളും കുരങ്ങ് കളിപ്പിച്ചിട്ട് ഇപ്പം നീ ഇങ്ങനെ വിളിച്ച് പറയുന്നോ? ഇതെന്താ നീ ഇങ്ങനെയൊക്കെ? നീ എൻ്റെ ഒരു ഫ്രണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പം അനി പറയുന്നുണ്ട്, സമ്മതിച്ചു നവീനെ, ഞാൻ നിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാം. എൻ്റെ നന്ദുവിനെ എനിക്ക് വിട്ടു തരണം. നിൻ്റെ മനസ്സിലെ ആ ആഗ്രഹം നീ വേണ്ടെന്ന് വയ്ക്കണം. അപ്പം നവീൻ പറയാ, നിനക്ക് തോന്നുന്ന പോലെ പാവ കളിപ്പിക്കാനുള്ളതാണോ ഞാൻ? അന്ന് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം നിൻ്റെ നന്ദുവിൻ്റെ മനസ്സിൽ ഇതാണെന്ന് നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ? അല്ലെങ്കിലും നന്ദുവിൻ്റെ മനസ്സിൽ നീ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും നിന്നെപ്പോലെ ഒരുത്തനെ അവൾ മനസ്സിൽ കൊണ്ടു നടക്കാനൊന്നും പോകുന്നില്ല. പറഞ്ഞ വാക്ക് പാലിക്കാതെ നിന്നെയാണോ അവൾ മനസ്സിൽ കൊണ്ടു നടക്കാൻ പോകുന്നത്? അപ്പം അനി പറയാ, നിനക്കറിയില്ല നന്ദുവിൻ്റെ മനസ്സ്. ഞങ്ങൾ നേരത്തെ മനസ്സ് കൈമാറിയതാ. അവളുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നീ ഇനി നന്ദുവിനെ വിവാഹം കഴിക്കാന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് വിടണമെന്ന് പറയാം. പെട്ടെന്ന് നമ്മുടെ നവീന് നല്ല ദേഷ്യം മനസ്സിലോടിങ്ങി വരുമ്പോൾ നവീൻ മനസ്സിലാലോചിക്കുക, കുഴപ്പമില്ലടാ, നിന്റെ കൂടെ നിന്ന് തന്നെ നിന്നെയും ഞാൻ ചതിക്കും. നീ എന്നെ ചതിച്ചില്ലേ? അതുപോലെ തന്നെ എനിക്ക് നന്ദുവിനെ എങ്ങനെയായാലും വിവാഹം കഴിക്കണം. നന്ദുവിൻ്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമാണ്. അവർ നന്ദുവിനെ എനിക്ക് വിവാഹം കഴിച്ച് തരികയും ചെയ്യും. നിന്നെ ഞാൻ ഒതുക്കിക്കോളാം എന്നിങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അനി ചോദിക്കുക, നവീനെ എന്താ നീ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? നന്ദുവിൻ്റെ എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ടല്ലേ നീ? അപ്പോൾ നവീൻ പെട്ടെന്ന് ട്രാക്ക് മാറ്റുക. നവീൻ പറയാ, ശരിയാ, ബെസ്റ്റ് ഫ്രണ്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഞാൻ നന്ദുവിനോട് ഇഷ്ടമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും എൻ്റെ വിധി ഇതാന്ന് ഞാൻ വിചാരിച്ചോളാം. നന്ദുവിൻ്റെ മനസ്സിലും നീ ആണെങ്കിൽ, നിന്റെ മനസ്സിൽ നന്ദു ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കട്ടെ. അല്ല, ഞാനങ്ങ് ഒഴിവായി തരാം എന്ന് പറയാണ്. അപ്പം അനി പറയാ, അല്ല നിനക്ക് നല്ല വിഷമമായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയാം, വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ നവീൻ്റെ മനസ്സിൽ അനിയെ ചതിച്ച് നന്ദുവിനെ സ്വന്തമാക്കണമെന്ന് തന്നെയാണ്. ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് വന്നിരിക്കുകയാണ് നവീൻ. അതിനുശേഷം നമ്മുടെ അനി പോകുന്നുണ്ട്. അനിക്ക് കുറേ മനസ്സമാധാനമൊക്കെ ആയി, സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നവീൻ നന്ദുവിനെ വേണ്ടെന്ന് വെച്ചോളാം, അനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അനന്തപുരിയിലെത്തുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ അവന്തികയും നാഗേന്ദ്രയും അഭിയും കൂടി സംസാരിക്കുക. അപ്പം അവന്തികയോട് നാഗേന്ദ്ര പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ നീ അനിയുടെ കാര്യം എന്തായി? അവനോട് നീ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവനെ വിവാഹം കഴിക്കാൻ നിനക്ക് താല്പര്യമല്ലേ ഇപ്പോഴും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവന്തിക പറയാം, പിന്നെ താല്പര്യമാണ്. അനിയേട്ടൻ ആ ഡീല് സ്വന്തമാക്കിയത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. പക്ഷേ നമ്മുടെ ജ്വല്ലറികൾക്ക് അത് തകർച്ചയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അച്ഛാ കുറച്ചൊക്കെ ഒരു വിഷമമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നാഗേന്ദ്ര പറയാം, അതൊക്കെ വിഷമമുണ്ട്, എനിക്കും വിഷമമുണ്ട്. നമ്മൾ അനന്തപുരിക്കാരെ തകർക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് എല്ലാം നീ കൈവശമാക്കണം. അതിന് നീ അനിയെ വിവാഹം കഴിക്കണം. അവനോട് നീ ചെറിയ ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കുന്നില്ലേന്ന് ചോദിക്കാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഉണ്ട്, ഇഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറയാണ്. അവന് മനസ്സിലായോ നിനക്ക് അവനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്? അപ്പോഴേക്കും ഉടനെ അഭി പറയാണ്, ബെസ്റ്റ്, അവൻ ആ നന്ദുവിനെ മനസ്സിൽ കൊണ്ട് നടക്കുക, അവളെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് ഇവൾ ഇഷ്ടമാണെന്ന് പോലും അവനോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവൻ്റെ മനസ്സിൽ എങ്ങനെ ഇവൾ കയറിക്കൂടാനാ? അപ്പോൾ ഉടനെ അവന്തിക്ക് പറയാം, ശരിയാ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അനിയട്ടന് എന്നെ ഇഷ്ടമാണ്. അപ്പം നാഗേന്ദ്ര പറയാം, പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ മനസ്സിലുള്ളത് അവനെ അറിയിക്കണം. അവനെ വളച്ച് നമ്മുടെ വശത്താക്കണം. എങ്കിലേ നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മോളെ എന്ന് പറയുക. അപ്പോൾ അവന്തിക പറയാം, ശരി അച്ഛാ, ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അവന്തികയും അനിയെ വളയ്ക്കാൻ വേണ്ടി നടക്കുക.
അങ്ങനെ അനി വന്നു കഴിയുമ്പോഴേക്കും അവന്തിക ഭയങ്കര സന്തോഷത്തോടെ ആടിക്കുഴഞ്ഞ് ചെന്നേച്ച് അനിയേട്ടാ എവിടെയായിരുന്നു ഇത്രയും താമസിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ അനി പറയാം ഞാൻ 1-2 ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാൻ പോയി. അന്നത്തെ ആ ഡീല് സ്വന്തമാക്കിയതിന് ചിലർക്കൊക്കെ ഒരു പാർട്ടി കൊടുക്കണമായിരുന്നു, അതിന് വേണ്ടി പോയി എന്ന് പറയാം. എന്നിട്ട് എനിക്കൊരു പാർട്ടിയൊന്നും അനിയേട്ടൻ തന്നില്ലല്ലോ. അനിയേട്ടൻ അവിടെ നയനേച്ചിയുടെ വീട്ടിൽ പോയി കേക്ക് മുറിച്ചെന്നൊക്കെ അറിഞ്ഞു. അല്ല, ഞാൻ ഇവിടെ ആർക്കും അങ്ങനെ പാർട്ടി ചെയ്തില്ല. അവിടെ ഈ പാർട്ടിയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു കേക്ക് മുറിച്ച് ആദർശേട്ടനും നയനേച്ചിയുമായിട്ട് സന്തോഷം പങ്കിട്ടു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവന്തിക്ക് പറയാം അതൊന്നുമല്ല, എനിക്കൊരു നല്ല ട്രീറ്റ് തരണം അനിയേട്ടൻ എന്ന് പറയുമ്പം അനി പറയാം തീർച്ചയായിട്ടും അവന്തികയ്ക്ക് ഒരു നല്ല ട്രീറ്റ് തരാം, എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരാമെന്ന് പറയാം. അപ്പോഴേക്കും അവന്തിക പറയണം അല്ല അനിയേട്ടാ, അത് മാത്രമല്ല എനിക്ക് ചില കാര്യങ്ങളൊക്കെ അനിയേട്ടനോട് തുറന്ന് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ട്രീറ്റ് താ, നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട് ഓക്കെ ഇന്ന് തന്നെ ആയിക്കോട്ടെ, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം, ഒരു ട്രീറ്റും ആയിക്കോട്ടെ എന്ന് പറയാം. അങ്ങനെ അനിയും അവന്തികയും കൂടെ പുറത്ത് പോവാണ്. പുറത്തൊരു ഹോട്ടലിൽ ചെന്ന് അവിടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തും നമ്മുടെ നവീൻ അതുവഴി വരുന്നുണ്ട്. അപ്പം നവീൻ നോക്കുമ്പം അനിയും അവന്തികയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് നവീൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അനിയോട് സംസാരിക്കുന്നുണ്ട് അവന്തിക. ഈ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അനിയോട് പറയാണ് അവന്തിക എനിക്ക് അനിയേട്ടനെ ഇഷ്ടമാണ്, നമ്മുടെ വിവാഹം നടക്കണം എന്ന് പറയാണ്. അപ്പോൾ അനി പറയുക എന്താ അവന്തിക നീ പറയുന്നത്, നിന്നെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല എന്ന് പറയാണ്. അപ്പോൾ അവന്തിക പറയുന്നുണ്ട് അല്ല ഞാൻ അനിയേട്ടനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഇനിയിപ്പോൾ അങ്ങനെ കണ്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ, അനിയേട്ടൻ്റെ ആദ്യ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അവന്തികെ, അത് ഇതുവരെ ഡിവോഴ്സ് കിട്ടിയിട്ടൊന്നുമില്ല, അനാമിക അത് ഇനിയും നീട്ടിക്കൊണ്ട് പോവാണ് എന്ന് പറയാണ്. അപ്പോൾ അവന്തിക പറയാണ് അല്ല അത് ഉടനെ തന്നെ കിട്ടുമല്ലോ, അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അനിയേട്ടന് സന്തോഷമല്ലേ എന്ന് ചോദിക്കുക. അപ്പം അനി പറയാം അത് കഴിയട്ടെ, അതിന് ശേഷമല്ലേ നമുക്ക് ചിന്തിക്കാം എന്നൊക്കെ അനി ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. അനി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവന്തിക ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന്. അവന്തികയാണെങ്കിൽ അനിയുടെ അടുത്ത് ചേർന്ന് നിന്ന് ഒട്ടിച്ചേർന്നൊക്കെ ശൃംഗരിച്ച് സംസാരിക്കുകയൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ നവീൻ കാണുന്നുണ്ട്. നവീൻ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. നവീൻ മനസ്സിലോർക്കുക അനി നിന്നെ പൂട്ടാൻ എനിക്കൊരു അവസരം കിട്ടി, നീ എൻ്റെ നന്ദുവിനെ സ്വന്തമാക്കുമെന്ന് വിചാരിക്കേ വേണ്ട, നീ അനാമികയുടെ കൂടെയോ അവന്തികയുടെ കൂടെയോ ഒക്കെ ജീവിച്ചാൽ മതി, നന്ദു എനിക്കുള്ളതാ, അത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ് എന്ന് നവീനും ചിന്തിക്കുക. അങ്ങനെ നവീൻ ഈ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അനിയും അവന്തികയും കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുന്നതും അടുത്ത് പെരുമാറുന്നതും ഒക്കെ നവീൻ്റെ കയ്യിൽ കിട്ടുകയാണ്. അങ്ങനെ അനി അവന്തിയോട് പറയുന്നുണ്ട് അവന്തിക്ക് അതിനെക്കുറിച്ചൊക്കെ ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടില്ല നിന്നെ അങ്ങനെയൊന്നും കാണാൻ. അപ്പോൾ അവന്തിക്ക് പറയാം അനിയേട്ടൻ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അനിയേട്ടൻ്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് പറ എന്ന് പറയാണ്. അപ്പോൾ അനിയുടെ മനസ്സിൽ നന്ദു ഉണ്ടെന്നുള്ള കാര്യം പറയുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ഉടനെ അവന്തിക അങ്ങോട്ട് ചോദിക്കുകയാണ് അല്ല അനിയേട്ടൻ്റെ മനസ്സിൽ ഇനി ആ നന്ദു ഉണ്ടോ, SI നന്ദു? അപ്പോൾ അനി ആകെ വെട്ടി വേർക്കുക. അനി പറയുന്നുണ്ട് അല്ല അവന്തിക്ക് നീ എന്താ ഇപ്പം അങ്ങനെ ചോദിച്ചേ? അല്ല വീട്ടുകാരൊന്നും സമ്മതിക്കില്ലല്ലോ, വീട്ടിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു, അനിയേട്ടൻ്റെ അമ്മ ആ വിവാഹത്തിന് സമ്മതിക്കില്ല, അതുപോലെ നന്ദുവിൻ്റെ വീട്ടുകാരും സമ്മതിക്കില്ല, അവളെ ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് വിടാൻ അവർക്ക് താല്പര്യമില്ല, അങ്ങനെയുള്ളിടത്ത് ഇനിയിപ്പോൾ അനിയേട്ടൻ്റെ മനസ്സിൽ നന്ദു ഉണ്ടോ, സത്യം പറ എന്നോട് എന്ന് പറയുമ്പം അനി പറയാം അങ്ങനെയൊന്നുമില്ല, ഞാനും നന്ദുവും തമ്മിൽ ഇപ്പം നല്ല ഫ്രണ്ട്സാണ്, അല്ലാതെ മറ്റൊന്നുമില്ല, നീ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളും ചോദിക്കല്ലേ അവന്തിക എന്ന് പറയാം. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ ഓക്കെ ആവുമല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അനി അവന്തികയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവന്തികയോടൊരു ഇഷ്ടമൊന്നും അനി പറഞ്ഞിട്ടുമില്ല, എന്നാൽ ഇഷ്ടമില്ലെന്നും പറഞ്ഞിട്ടില്ല, നന്ദുവിന് ഇഷ്ടമാണെന്നുള്ള കാര്യവും പറഞ്ഞിട്ടില്ല. ആകെ മൊത്തം കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അനിയുടെ കാര്യങ്ങളൊക്കെ. അതേസമയം നവീന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നവീൻ മനസ്സിലോർക്കാണ് നാളെ തന്നെ ഇത് ഞാൻ നന്ദുവിനെ കാണിക്കും, നന്ദു ഇത് കാണട്ടെ, ഇവൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കട്ടെ, അവളോട് ഇഷ്ടമാണെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോഴത്തെ അടുത്ത ഒരുത്തിയുടെ കൂടെ നടക്കുകയാണെന്നുള്ള വിവരം ഞാൻ അവളെ ബോധിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുക. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ നവീൻ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം നന്ദു എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയാം രാവിലെ തന്നെ. അപ്പോൾ നന്ദു ചോദിക്കുക അതെന്താ, എനിക്ക് രാവിലെ ഓഫീസിൽ പോകണമല്ലോ നവീനേട്ടാ, എന്താ ഇപ്പം അത്യാവശ്യം, എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ നവീൻ പറയുന്നുണ്ട് അല്ല ഒഫീഷ്യൽ കാര്യമൊന്നുമല്ല, പേഴ്സണൽ കാര്യം തന്നെയാണ്, നിന്നോടിത് പറയണമെന്ന് എനിക്ക് തോന്നി, ചിലരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കീറേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. അപ്പോൾ നന്ദു ചോദിക്കുക എന്താ, അല്ല അത്യാവശ്യമായിട്ട് എനിക്ക് നിന്നെ കാണണമെന്ന് പറയാം. അപ്പോൾ നന്ദു ചെല്ലുകയാണ് കേട്ടോ. നന്ദു ചെല്ലുമ്പോഴേക്കും ഈ വീഡിയോ കാണിക്കുകയാണ് നവീൻ. എന്നിട്ട് പറയുന്നുണ്ട് നീ ഇത് കണ്ടോ, നമ്മുടെ അനിയുടെ കാര്യം നിന്നോട് ഇതുവരെ ഒരു നല്ല ഫ്രണ്ടായിട്ട് അനി ഈ വിവരം പറഞ്ഞോ എന്ന് ചോദിക്കുക.
അപ്പം നന്ദു ചോദിക്കുന്നുണ്ടല്ലേ എന്ത് വിവരം അനി പറഞ്ഞോന്ന്. അല്ല നീ കണ്ടോ വീഡിയോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അനിയും അവന്തികയും കൂടിയുള്ള സംസാരവും അതുപോലെ തന്നെ അവർ രണ്ടും കൂടെ ഫുഡ് കഴിക്കുന്നതും അടുത്ത് പെരുമാറുന്നതും ഒക്കെ. അപ്പോൾ ഇത് കണ്ട് നന്ദു ഞെട്ടിപ്പോവാണേ. ഇതിനെക്കുറിച്ചിട്ടൊന്നും നന്ദുവിനോട് അനി പറഞ്ഞിട്ടുമില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് നന്ദു മനസ്സിൽ പോലും വിചാരിച്ചിട്ടുമില്ല. അപ്പം ആ ഇടയ്ക്ക് കയറി നവീൻ കളിക്കുക. നവീൻ പറയാണ്, ഇത് കണ്ടോ ഞാൻ ഇന്നലെ റെസ്റ്റോറൻറ്റിൽ പോയപ്പം കണ്ടതാ, ഒളിച്ചു നിന്ന് വീഡിയോ എടുത്തതാ. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് എന്നോട് അവൻ പറഞ്ഞിട്ടില്ല. അവൻ ആ അവന്തികയെ ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നോട് മിണ്ടിയിട്ടേ ഇല്ല. അല്ല നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നന്ദുവിനൊന്നും മിണ്ടാൻ മേലാത്ത അവസ്ഥയിൽ നന്ദു നിൽക്കുക. ഇത് കണ്ട് സ്റ്റക്കായി. അപ്പം നവീൻ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയുക, കണ്ടില്ലേ നമ്മൾ ഫ്രണ്ട്സിനോട് പോലും ഇവൻ പറഞ്ഞിട്ടില്ല. ഇവനും ആ അവന്തികയും കൂടിയുള്ള വിവാഹമൊക്കെ ഏകദേശം ഉറപ്പിച്ച് വെച്ചിരിക്കുക വീട്ടുകാർ. അവനും താല്പര്യം കണ്ടില്ലേ അടുത്ത് ഇടപഴകുന്നതൊക്കെ. അല്ല നല്ല ചേർച്ചയൊക്കെ ഉണ്ടല്ലേ. അല്ലെങ്കിലും അവർ കുടുംബക്കാരങ്ങ് ഒന്നിക്കട്ടെ. അവന് ആ അനാമിക ഡിവോഴ്സ് കൊടുത്തിട്ട് വേണം ഈ വിവാഹം നടത്താൻ. അതുകൊണ്ടായിരിക്കും നമ്മളോട് ആരോടും പറയാതിരുന്നത്. എന്തായാലും ഇതിൻ്റെ ട്രീറ്റ് കൂടി നമുക്ക് അവനെ കൊണ്ട് അങ്ങ് ചെയ്യിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ മനസ്സങ്ങ് തകർന്നു പോവുക. നന്ദു പറയുക, അതാ വീണട്ടാ ഞാൻ പോവാണ്, എനിക്ക് ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഭയങ്കര വിഷമത്തോടു കൂടി നന്ദു അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ നവീൻ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് നല്ലൊരു വില്ലൻ പരിവേഷത്തോടു കൂടി കളിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ബാക്കി വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്